നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ക്ഷമിക്കണം, ഈ വിവാഹത്തിന് ഇഷ്ടമല്ലെന്ന് ഞാൻ നേരത്തെ തന്നെ അറിയിച്ചതാണ്. എനിക്ക് വേണ്ടി നിശ്ചയിച്ച നീലിമയ്ക്കും ഈ ബന്ധം ഇഷ്ടമല്ലെന്ന് തുറന്നു പറഞ്ഞതാണ് അവള്. പിന്നെ എന്തിനാ ഇത്ര നിർബന്ധം പിടിക്കുന്നതെന്ന് എനിക്ക് മനസ്സാവുന്നില്ല. A ship caught in the violent storm with Alonso, the king of Naples, on board on a nearby island at Alexander, Duke of Milan, Prospero tells us. മനസ്സിലാവുന്നില്ല. 12 years earlier, when Prospero's brother... അയ്യോ, കറണ്ട് പോയില്ല. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ലൈറ്റ് ഇവിടെ ഇല്ലായിരുന്നല്ലോ. ഇതിപ്പോ എങ്ങനെ വന്നു? ആരാ ഇത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്? ഇതൊരു ക്യാമറയാണല്ലോ. വിക്രമേട്ടന് അറിയാതെ ആരും ഇവിടെ ക്യാമറ വെക്കില്ല. വീട് മുഴുവൻ ക്യാമറ നിരീക്ഷണത്തിലാ. ആ സ്ഥിതിക്ക് വേറെയും ക്യാമറ വെച്ചിട്ടുണ്ടാവും. നോക്കാം. എല്ലാ മുറികളും ക്യാമറ നിരീക്ഷണത്തിലാ. എന്ത് കണ്ടുപിടിക്കാനായിരിക്കും ഇങ്ങനെ ഒളിക്യാമറ വെച്ചിരിക്കുന്നേ? ഈ വീട്ടില് ഏട്ടനെ കൂടാതെ ഞാനേ ഉള്ളൂ. എനിക്കെന്തോ രഹസ്യമുണ്ടെന്ന് ഏട്ടൻ സംശയിക്കുന്നുണ്ടോ? ഈശ്വര, ഇതെന്ത് പരീക്ഷണോ? ഭാര്യയുടെ മുറിയില് ഭർത്താവ് ഒളിക്യാമറ വെക്കിയോ? ഇതിലെന്തോ പ്രശ്നമുണ്ട്. അത്രയ്ക്ക് തരം താണ വ്യക്തിയാണോ എന്റെ ഏട്ടൻ? ഒരിക്കലും അല്ല. ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എനിക്ക്. പിന്നെ എന്തിനായിരിക്കും ഒളിക്യാമറകൾ? അതാണ് സുമലതേ. ഇവര് രാഷ്ട്രീയത്തിലെ സുഹൃത്തുക്കളാണ്.
ഇത് പനമ്പള്ളി ഇന്ദുചൂടൻ. നമസ്കാരം. അത് തളിക്കുളം മാർക്കോസ്. നമസ്കാരം. രണ്ടുപേരും എന്റെ പിന്നിൽ ശക്തമായിട്ട് ഉറച്ചു നിൽക്കുന്നവരാ. ചിലരതിനെ ഗ്രൂപ്പ് എന്നൊക്കെ പറയും. ആ ഉറപ്പ് ഒന്നുകൂടി കൂട്ടി ഉറപ്പിക്കാനാ ഞങ്ങൾ വന്നത്. ആണോ? സന്തോഷം. ഇത് സുമലത, എന്റെ നല്ല പാതി. മൂത്ത മകൻ ജിതേന്ദ്രൻ. ഇത് അവന്റെ ഭാര്യ വിദ്യാ ജിതേന്ദ്രൻ. ജിതേന്ദ്രൻ എന്ത് ചെയ്യുന്നു? ഇപ്പോ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ പോകുന്നു. രാഷ്ട്രീയത്തിൽ താല്പര്യമില്ലേ? ഉണ്ട്. പക്ഷേ തൽക്കാലം അനിയൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കട്ടെ എന്ന് അച്ഛൻ പറഞ്ഞതുകൊണ്ട് മാറി നിൽക്കുന്നു. ജഗന്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുക. ചേട്ടന്റെ കുടുംബ സുഹൃത്തായ ബിസിനസ്സുകാരൻ ഒരു നമ്പ്യാരില്ലേ, ആ നമ്പ്യാരുടെ മകൾ നീലിമയാണ് വധു. ഓ, അത് നല്ല കാര്യം തന്നെ. മോനെ ജഗ, വാ. കല്യാണപ്പയ്യൻ വന്നല്ലോ. മോനെ, നിന്നെ പരിചയപ്പെടാൻ കൂടിയ ഇവര് വന്നിരിക്കുന്നത് ഇന്ദുചൂടനും മാർക്കോസും. അച്ഛൻ പറഞ്ഞ് ഞാൻ നിങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. ആയിക്കോട്ടെ. എനിക്ക് അല്പം തിരക്കുണ്ട്, ഒന്ന് പുറത്തു പോയിട്ട് വരാം. നിങ്ങളിവിടെ കാണില്ലേ? ശരി ഏട്ടാ. ജഗന്നിക്ക്, നീയും നീലിമയായിട്ടുള്ള വിവാഹത്തെ കുറിച്ചാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ നീ ഇതെങ്ങോട്ടാ പോകുന്നേ? അച്ഛാ, എനിക്കൊന്ന് രണ്ട് പരിപാടികളുണ്ട്. എടാ, നീ ഇപ്പൊ എങ്ങും പോകുന്നില്ല. എല്ലാത്തിനും മര്യാദ വേണ്ടേ? കല്യാണം ഉറപ്പിച്ചു വച്ചിരിക്കുന്ന ചെക്കനാ. ഇനി ഇങ്ങനെ കളിച്ചു കിടന്നാലൊന്നും ശരിയാവത്തില്ല. ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞ വലിയ കഷ്ടപ്പാടാ. പ്രത്യേകിച്ച് കുറുപ്പ് സാറിന്റെ വീട്ടിലെ കല്യാണം ആവുമ്പോ ആഡംബരം വല്ലതും കുറയ്ക്കാൻ പറ്റുമോ? ക്ഷമിക്കണം, എനിക്കിഷ്ടമില്ലാത്തൊരു വിവാഹത്തിന് വേണ്ടി ഒരുക്കങ്ങളൊന്നും വേണ്ട. ഈ വിവാഹത്തിന് എനിക്ക് താല്പര്യമില്ല. നോമ്പിയാരുടെ മുമ്പിൽ എങ്ങനെ എന്നെ നാണം കെടുത്തിയാലുണ്ടല്ലോ. ഉറപ്പിന്റെ വാക്കാ, വാക്ക് വാക്കായിരിക്കണം. അത് നടന്നു തന്നെ ആവണം. നടക്കില്ല. ക്ഷമിക്കണം, ഈ വിവാഹത്തിന് ഇഷ്ടമല്ലെന്ന് ഞാൻ നേരത്തെ തന്നെ അറിയിച്ചതാണ്. എനിക്ക് വേണ്ടി നിശ്ചയിച്ച നീലിമയ്ക്കും ഈ ബന്ധം ഇഷ്ടമല്ലെന്ന് തുറന്നു പറഞ്ഞതാണ് അവള്. പിന്നെ എന്തിനാ ഇത്ര നിർബന്ധം പിടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.